ചെറിയൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇതുപോലെ ഡേ മൈ ലൈഫ് പോലെ, ഡേ മൈ ലൈഫൊന്നും അല്ല, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്നാൽ പിന്നെ ഇന്നാ പിടിച്ചോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇന്ന് ഈ വീഡിയോ ഒരു തട്ടിക്കൂട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ ട്രിക്ക് വ്ളോഗാണ് കേട്ടോ. അതെല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് കൂടെ കൂടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു മൺഡേയിലെ വ്ളോഗാണ്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഈ മഴയത്ത് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ പാടത്തിൻ്റെ സൈഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തണുപ്പാണ്. പക്ഷേ ചൂടുകാലത്ത് ഭയങ്കര കൂളിങ്ങും കേട്ടോ. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും എഗ്ഗ് കറി ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഈ പ്രോഡക്റ്റ് കണ്ടോ സുഹൃത്തുക്കളെ, ഞാൻ 5 മന്ത്സ് ബിഫോർ മീഷോന്ന് മേടിച്ച ഒരു പ്രോഡക്റ്റാണ് കേട്ടോ എഗ് ബൗള്. അപ്പോൾ ഞാൻ ഇതിലാണ് എഗ്ഗൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വയ്ക്കുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് എറിഞ്ഞാലും തട്ടിയാലും പൊട്ടിയാലും ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഇത് അന്ന് ഞാൻ 580 റുപ്പീസ് എന്തോ കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മീഷോയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ മേടിക്കുക. അങ്ങനെ ഞാൻ എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഈ കുക്കർ യൂസ് ചെയ്യണ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ എഗ്ഗ് ബോയിൽ ചെയ്യുന്ന ഒരു സംഭവം, അതായത് ഇലക്ട്രിക് ഐറ്റമാണ്. അത് ഞാൻ മേടിച്ചിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പിട്ട്. പക്ഷേ ഇപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ല. അതിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ എഗ്ഗിൻ്റെ വൈറ്റ് കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിൻ്റെ ഉള്ളിലുള്ള ഉണ്ണി ഉണ്ടല്ലോ അത് വേവയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം നമ്മുടെ ട്രഡീഷണൽ രീതിയായ കുക്കറിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് എഗ്ഗ് കറി ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അതായത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തേങ്ങയൊക്കെ ചുരണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് ഇനി പുട്ടുണ്ടാക്കാൻ പോവാണ്. എന്തൊക്കെയായാലും ഇന്ന് ഈ പുട്ടുപൊടിയെ പറ്റി ഞാൻ 4 പറയും. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണെന്ന് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രകൃതി ബ്രാൻഡിനെ പറ്റി. ആ ബ്രാൻഡാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ നാട്ടിൽ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഒരു ചെറിയ ബ്രാൻഡാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കിയത്. ഞാൻ ഒത്തിരി ബ്രാൻഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ഥിരം ലവറായി മാറിയിരിക്കുകയാണ്. അന്ന് ഞാൻ ഇത് ചെറിയൊരു സാമ്പിൾ സൈസ് ആട്ടോ സാമ്പിൾ പാക്കറ്റാണ് യൂസ് ചെയ്ത് നോക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ്. അതിന് ശേഷം സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ ഇതാണ് മേടിക്കുന്നത്. ഇപ്പോൾ വലിയ പാക്കറ്റ്, അതായത് 5 കിലോത്തിൻ്റെ ഒക്കെ പാക്കറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ എന്ത് സാധനം മേടിക്കുമ്പോഴും ചെറിയ സാമ്പിൾ പാക്കറ്റ് മേടിച്ചിട്ടാണ് വലിയ ബൾക്കായിട്ടുള്ള പാക്കറ്റ് പിന്നീട് മേടിക്കാറുള്ളൂ. നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് മേടിക്കുക. ഇത് പുട്ടിൻ്റെ സ്റ്റീം പുട്ടുപൊടി എന്ന് പറയും കേട്ടോ, അതാണ്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ പ്രമോഷനൊന്നും അല്ല ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലോട് പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുകയോ ഫോഴ്സ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതല്ല. പക്ഷേ ഞാൻ എന്തായാലും പ്രകൃതി ബ്രാൻഡിൻ്റെ സ്ഥിരം ലവറായി മാറിയിരിക്കുകയാണ്. സാധാരണ പുട്ട് നനയ്ക്കണ പോലെ തന്നെ നനയ്ക്കുക. കുറച്ച് വെള്ളം, അതായത് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, സാധാരണ പച്ചവെള്ളം തന്നെയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നനച്ച് വയ്ക്കും. ഒത്തിരി നേരമൊന്നും വയ്ക്കേണ്ടെന്നേ, ഒരു 15 മിനിറ്റാണ് നമ്മൾ വേറെ ബ്രാൻഡ്സൊക്കെ ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ നനച്ച പാടെ തന്നെ എനിക്ക് തോന്നുന്നു ചുറ്റപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി എന്ന് പറയില്ല, നമ്മൾ ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുമെന്ന് പറയില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് വെച്ച് പുട്ടുണ്ടാക്കുമ്പോഴും. അങ്ങനെ ഞാൻ ആദ്യം പുട്ട് ഞാൻ നനച്ചങ്ങോട്ട് മാറ്റി വെച്ചു. ആ ടൈം കൊണ്ടൊന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി, ആ തലേന്ന് രാത്രി തന്നെ ഞാൻ ചിരണ്ടിയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ തേങ്ങയൊക്കെ ഒന്ന് അരച്ച് അതിൻ്റെ പാലാണ് കേട്ടോ ഞാൻ എഗ്ഗ് കറിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലവർക്ക് തോന്നും ഈ പാല് ചേർക്കുമ്പോൾ എഗ്ഗ് കറി കുറുകി വരുമോ എന്നൊക്കെ തോന്നും. പക്ഷേ ചിലവരിങ്ങനെ തേങ്ങ അരച്ചൊക്കെ എഗ്ഗ് കറിയിൽ ചേർക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഞാൻ തേങ്ങാപ്പാലാട്ടോ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതിനെ കുറുകിയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അതൊക്കെയാണ് ചേർത്തത്. പിന്നെ കൂടെ കറിവേപ്പിലയും ചേർത്തു. അതൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ സവാള, അതിൽ കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു ചെറിയ മീഡിയം സൈസ് 2 സവാളയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഒരു 5-6 വലിയ കൊച്ചുള്ളി കേട്ടോ. കൊച്ചുള്ളി എന്ന് പറയാനില്ല, ഇപ്പോൾ വരുന്ന കൊച്ചുള്ളി ഏകദേശം ഈ സവാളയുടെയൊക്കെ ഒരു മീഡിയം സൈസ് സവാളയുടെയൊക്കെ വലിപ്പം ഉണ്ടത്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അത്രയും വലിപ്പമുള്ള കൊച്ചുള്ളി ഉണ്ടല്ലോ അതിന് ടേസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയത്? ഇപ്പോൾ വരുന്ന കൊച്ചുള്ളി വലിയ വലിപ്പത്തിൽ വരുന്ന ഉള്ളിയാണ്, അതിന് ടേസ്റ്റും ഗുണമൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നത്. പിന്നെ നമ്മൾ വന്നിട്ട് തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇവിടെ തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ വെള്ളം ഞാൻ കളയത്തില്ല കേട്ടോ, ഞാനത് കുടിക്കും. അതാണ് എൻ്റെ രാവിലത്തെ വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യം രാവിലെ അതാണ് കേട്ടോ കുടിക്കുന്നത്. അത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണ് അത്.
കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചിരണ്ടി വെച്ചത് എഗ്ഗ് കറിക്കായിട്ട് എടുത്തു. അപ്പോൾ കുറച്ച് കുറവുള്ളത് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ചിരണ്ടി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നാണ് ട്ടോ എൻ്റെ എല്ലാ പരിപാടിയും. കിച്ചണിലുള്ള എല്ലാ പരിപാടികളും എൻ്റെ ഈ കുഞ്ഞു കിച്ചണിൽ ഇരുന്നാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ കുഞ്ഞു കിച്ചൺ എനിക്ക് ഭയങ്കരമായിട്ട് സൂട്ടബിൾ ആവില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും എന്നാൽ എനിക്ക് ഇത് ഭയങ്കര കംഫർട്ടുമാണ്. കാരണം എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്തും ചെയ്യാം. അതുപോലെ തന്നെ കുക്കും ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അതും കഴുകിയെടുക്കാം. ക്യാമറ തൊട്ടടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാം എനിക്ക് ഒരു കുടക്കീഴിലിരിക്കുന്ന പോലെ ഒരു ഫീലുണ്ട്. പക്ഷേ എനിക്കുണ്ടല്ലോ കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്ക് തോന്നും അയ്യോ എനിക്ക് ക്യാമറ കുറച്ച് ദൂരെ വെച്ചാൽ എനിക്ക് ആ കട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിരുന്നേന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കുറച്ച് വലിപ്പമുള്ള കിച്ചണാകുമ്പോൾ നമുക്ക് ക്യാമറ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് വരാറുണ്ട്. എന്നാലും നമ്മളിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ്. നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ എടുക്കും. പിന്നെ നമുക്ക് ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ ഒരു റുട്ടീനായി മാറുമ്പോൾ പിന്നെ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഈ തണുപ്പ് വരുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ കിച്ചണിലേക്ക് കയറുമ്പോൾ ഭയങ്കര തണുപ്പാണ്. ഇന്നെങ്ങനെ പണിയൊക്കെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനുണ്ടല്ലോ. പിള്ളേരാണെങ്കിലും ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചാണ് എണീച്ച് വരുന്നത്. പക്ഷേ ഉണ്ടല്ലോ ഞാൻ തലേന്ന് രാത്രി എല്ലാം ഞാൻ സെറ്റാക്കി വയ്ക്കും. പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് എല്ലാ പരിപാടികളൊക്കെ ചെയ്ത് വയ്ക്കാം. പിന്നെ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് ഈ രാവിലെ നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഗ്യാസ് അടുപ്പിൽ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. ആ തീ കത്തുമ്പോൾ ഈ നല്ല തണുപ്പുള്ള സമയത്ത് ഈ തീ കത്തുമ്പോൾ അതിൻ്റെ മുന്നിൽ വന്ന് നിന്ന് കാഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമല്ലേ. ആ ഒരു ഫീലാണ് കേട്ടോ എനിക്കിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആ സങ്കടവും അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യാറേ ഇല്ല. നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്യുന്നു, താഴെ നിന്ന് തീ കത്തുന്നു, ചൂടടിക്കുന്നു, നല്ല കംഫർട്ടാണ്. ആ തണുപ്പത്ത് ചൂട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കില്ല. പിന്നെ നമ്മുടെ സവാളയൊക്കെ ഇട്ട് അതൊന്ന് വെന്ത് വഴൻ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല പൊടികൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുത്തത്. പിന്നെ നമ്മൾ സവാളയൊക്കെ ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ, സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കണമെന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പഴമക്കാരെന്ന് പറയാൻ എൻ്റെ ഉമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് അതിലോട്ട് മോശം വരുത്താറൊന്നുമില്ല. നമ്മൾ ആ ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ കേട്ടോ. അത് നമ്മൾ നോർമലി നമ്മൾ ഓരോരുത്തർ കുക്ക് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ കാണാറൊന്നുമില്ല. അതിങ്ങനെ കിട്ടുന്ന അനുസരിച്ച് ഇരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ മസാലയൊക്കെ ഇട്ട് തട്ടി പൊത്തി അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടുമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നത് നന്നായിരിക്കും. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്തെടുക്കുമ്പോൾ ഗ്രേവിക്കൊരു പ്രത്യേക ടേസ്റ്റല്ലേ, കാണാനും ഒരു ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിച്ച് ഇട്ടൊക്കെയാണ് ഇനി തേങ്ങാപ്പാലൊക്കെ ചേർക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് പിച്ചിപ്പറിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഞാനിങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാലൊന്നുമില്ല, നമ്മൾ കുറുകിയ പാലാണ് അവിടെ എടുക്കുന്നത്. അതുകൊണ്ട് നോ കോംപ്രമൈസ്. നന്നായിട്ട് തന്നെ മുട്ടക്കറി ഇങ്ങനെ കുറുകി വരും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു, തേങ്ങ അധികം ഇടുന്നു, എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല, നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. അതങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഈ ഗ്രേവിയിൽ കിടന്ന് അങ്ങോട്ട് തിളപ്പിക്കല്ലേ. പിന്നെ നമുക്ക് കുറുകിയ മുട്ടക്കറിയാണത്. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മേലെ കൂടെ കുറച്ച് പെപ്പർ പൗഡറും, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് തുള്ളിക്ക് ഉപ്പ് ഇടും കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റും ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ഇവിടെ 6 എഗ്ഗോളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് അതിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഒരുപാട് തിളപ്പിക്കൂല കേട്ടോ. ഒരുപാട് പിന്നെ തിളപ്പിച്ച് വൃത്തികേടാക്കരുത്. അപ്പം തിളച്ച് ആ തേങ്ങയുടെയൊക്കെ ടെക്സ്ചർ അങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കി കുറച്ചിടുക. അടുപ്പ് കുറച്ചിട്ടിട്ട് സാവകാശം നമ്മൾ ശ്വാസം വലിച്ച് വിടുമെന്ന് പറയില്ലേ, സാവധാനം ശ്വാസം എടുക്കാനൊക്കെ ഡോക്ടർമാർ പറയില്ല, അതുപോലെ നമ്മൾ സാവധാനം ഇങ്ങനെ തിളപ്പിച്ച് അങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ എടുത്ത് നമ്മളൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. നമ്മൾ ഇത് ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ആ അടഞ്ഞ ആ വേവിലിരുന്ന് നന്നായിട്ട് കുറുകിയൊക്കെ വരും. അപ്പോൾ പിള്ളേർ കഴിക്കാനൊക്കെ വരുന്ന ടൈമിലുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് കുറുകിയ ഒരു എഗ്ഗ് കറിയൊക്കെ റെഡിയാവും. പിന്നെ ഞാൻ വേഗം വന്നിട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത്. എനിക്കിങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ലാസ്റ്റ് കഴുകാമെന്നൊക്കെ കരുതി ഇങ്ങനെ കൂട്ടിയിട്ടാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പണി അതിന്ന് പോകുമല്ലോ, അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. പിന്നെ കുറച്ച് ചായയൊക്കെ വയ്ക്കാനുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചായ ഇവിടെ രാവിലെ എണീക്കുമ്പോൾ തന്നെ കുടിക്കുന്ന ഒരു ശീലമൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിലാട്ടോ ചായയൊക്കെ കുടിക്കാറ്. ഒരുപാട് ചായ കുടിക്കുന്നത് പിന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഞാനൊക്കെ ഒരു ഗ്ലാസ് ചായ അത്രയേ ഉള്ളൂ. ഒരു ദിവസം ഒരു ഗ്ലാസ്
ക്ലാസ്സിക്കം മസ്റ്റാണ്. അത് വേണോ താനും. പിന്നെ നമ്മൾ വന്നിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ ഇന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ട് എന്ന് പറയുമ്പോൾ ചിലവരങ്ങോട്ട് മരിക്കും. അയ്യോ ചിരട്ടപ്പുട്ട് ചിരട്ടപ്പുട്ട് എന്നൊക്കെ പറഞ്ഞ് മരിക്കുക. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയാലും അല്ലാണ്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കിയാലും സെയിം ടേസ്റ്റാണ് കേട്ടോ. അത് ഈ പൊട്ടന്മാർക്ക് ആർക്കും അറിയാൻ പാടില്ല. ചിലവർ ചിരട്ടപ്പുട്ടും ബീഫ് കറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് മരിക്കും. അപ്പം ഞാൻ വിചാരിക്കും എന്താണ് ഈ ചിരട്ടപ്പുട്ടയിൽ ഇത്ര വലിയ ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ തേങ്ങയുടെ ചിരട്ടയുണ്ടല്ലോ, ആ ചിരട്ടയിൽ ഉണ്ടാക്കുന്ന പുട്ടാണെങ്കിൽ ഓക്കെ. അതൊക്കെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് നേരം മുമ്പ് പൊടിയൊക്കെ വാട്ടി നനച്ച് കുഴച്ചൊക്കെ വെച്ചതാണ്. ഇനി ആ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കുന്നേ ഉള്ളൂ. ആദ്യം ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു, അതിൻ്റെ മേലെ പൊടിയിട്ടു, അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇട്ടു, പിന്നെ പൊടിയിട്ടു, പിന്നെ ഏറ്റവും മേലെ തേങ്ങ ഇട്ടു. അങ്ങനെ ഞാൻ ഒരു 2 ലെയർ പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ലെയറല്ല 3 ലെയർ തേങ്ങയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അടച്ചൊക്കെ വയ്ക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ്, അയ്യോ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ അതേ പുകയൊക്കെ വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, പ്രേതം പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രേതം വരുമ്പോൾ ഇങ്ങനെ പുകകളൊക്കെ വരും. പണ്ടത്തെ ഓൾഡ് ഫിലിമിൽ. അപ്പം അങ്ങനെ പുട്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതേ ഞാനത് ഒരു കാസറോളിലേക്ക് മാറ്റുകയാണ് സുഹൃത്തുക്കളെ. ഇതേ നോക്കൂ, നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലഫിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഈ ബ്രാൻഡ് യൂസ് ചെയ്ത് നോക്കിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി, നല്ല ടേസ്റ്റുമാണ്. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ഞാൻ ഓരോ ചിരട്ടപ്പുട്ടും ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചില പുട്ടുപൊടിയൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, ചുട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അതായത് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ആ പുട്ടെടുത്ത് നോക്കുമ്പോൾ നല്ല കട്ടയായിട്ടൊക്കെ ഇരിക്കും. ഈ പുട്ടുണ്ടല്ലോ അത് ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പുട്ടുപൊടി മേടിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതൊക്കെ നോക്കും കേട്ടോ. കാരണം പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട്, അത് എപ്പോഴും ഒരു രാവിലെ തുടങ്ങി ഈവനിങ് ടൈം വരെ അത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. കാരണം ഈവനിങ് ടൈമിൽ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒന്ന് കഴിക്കാൻ കൊടുക്കണമെങ്കിൽ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പുട്ടിനോട് വെറുപ്പ് വരുന്നത് ഈ ഇങ്ങനെ പുട്ട് നല്ല കട്ടയായിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ്. സോഫ്റ്റ് ആണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുട്ടിനേക്കാൾ ടേസ്റ്റുള്ള വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല താനും അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുട്ടിന് എനിക്ക് കറിയില്ലെങ്കിലും ജസ്റ്റ് ഒരു പഴമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടിൻ്റെ പൊടി നന്നായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഞാൻ ഒരു ചിരട്ടപ്പുട്ടുണ്ടാക്കി 2, 3, 4, 5 അഞ്ചാമത്തെ ചെറുതായേ ഉണ്ടായുള്ളൂ. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും വ്ളോഗ് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർ പോയതിന് ശേഷമാണ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പം ഞാൻ ഉച്ചത്തേക്കുള്ള ലഞ്ചിന് കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില പറിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഈ പില്ലറിൻ്റെ അപ്പുറം നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. ഈ പില്ലർ കാരണം എന്നെ കാണാൻ പറ്റാത്തതാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അതൊക്കെ ഒടിച്ചുകൊണ്ട് വന്ന് നേരെ വന്നിട്ട് പേപ്പറൊക്കെ എടുക്കുകയാണ്, ന്യൂസൊക്കെ നോക്കി. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ അടിപ്പ മഴയാണ്. മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇതേ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പുഴ പോലെ വെള്ളമായിരിക്കും. അതൊക്കെ നമ്മൾ കണ്ട് നിന്ന് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ മഴയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിന്നു കേട്ടോ. ഇത് പതിവില്ലാത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ വായിക്കണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് രാവിലെ ഫ്രണ്ട് പേജൊക്കെ ഒന്ന് റീഡ് ചെയ്ത് പോകാറുള്ളൂ. അതായത് നമ്മുടെ ഗോവിന്ദച്ചാമി മതിലേടിയതില്ലേ, അങ്ങനത്തെ ന്യൂസുകൾ. അതുപോലെ തന്നെ പല കൺട്രീസിലൊക്കെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ ന്യൂസുകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രണ്ട് പേജ് അറിയാണ്ട് തന്നെ അങ്ങനെ വായിച്ചു പോകും. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി സദ്യയോടെ എടുക്കുന്ന ടൈം ആകുമ്പോഴാട്ടോ ഞാനത് മൊത്തത്തിൽ അരിച്ച് പെറുക്കുന്നത്. പിന്നെ നേരെ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാത്രമാണ് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിരുന്ന് കഴിക്കുകയാണ്. പുട്ടും എഗ്ഗ് കറി ആയിരുന്നല്ലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ, സീ യു.